Hello, my dear ones. Today, let's discuss one of the most important topics from the paper Communicative English. When you open your textbook, you can see from module 3 there is a topic writing resume and cover letters. Writing resume and cover letters. Resume means സി വി കരിക്കുലം വീറ്റ അല്ലെ നമ്മുടെ ആ ഒരു ബയോഡാറ്റ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കവർ ലെറ്റർ റെസ്യൂം ആൻഡ് കവർ ലെറ്റർ എഴുതുക എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി എക്സാം ആൻഡ് യു വിൽ ഗെറ്റ് 6 marks for this question alone. Open your textbook at a page number 207 എടുക്കുക. There you can see the chapter writing resume and cover letter. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു റെസ്യൂം അല്ലെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ ഒരു കരിക്കുലം ബീറ്റ അല്ലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അല്ലെ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജ് നമ്പർ 212 212 ഒരു പാറ്റേൺ റെസ്യൂമിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് പാറ്റേൺ ഈസ് വെരി സ്മോൾ. വെൻ യു റൈറ്റ് ദിസ് പാറ്റേൺ, വെൻ യു ബൈ ഹാർട്ട് ആൻഡ് റൈറ്റ് ദിസ് പാറ്റേൺ ഫോർ ദി എക്സാം, യു വിൽ ഗെറ്റ് ഓൺലി half mark or less than half mark only you can secure in the exam. So what I am going to do is I'm going to give you a very good example of a resume. ഒരു നല്ല കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു റെസ്യൂമാണ് ഞാൻ തരാൻ പോകുന്നത്. അത് എന്ത് ചെയ്യാം, യു ഷുഡ് ബൈ ഹാർട്ട് ദി പാറ്റേൺ ആൻഡ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ ആർക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത്? നമ്മൾ റെസ്യൂം അയക്കുക ഒരു ജോബ് ആപ്ലിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ്. സോ ജോബ് ആപ്ലിക്കേഷൻ ആർക്കാണ് അയക്കേണ്ടത്, ഏത് ജോബാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു റെസ്യൂമിന്റെ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റി എഴുതിയാൽ മതി. ബാക്കിയൊക്കെ സെയിം ആണ്, ഒരേ സാധനങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കാനായിട്ട് ഉണ്ട്. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഞാൻ പറയുന്ന പാറ്റേൺ എക്സാമിന് എന്ത് ചെയ്യാം, എഴുതുക. സോ ടെക്സ്റ്റിലുള്ള ആ ഒരു പാറ്റേൺ എഴുതി വെച്ചാൽ നമുക്ക് 6 മാർക്കില് വെറും 2-3 മാർക്കേ കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കുക പ്രിപ്പയർ എ റെസ്യൂം ആൻഡ് കവർ ലെറ്റർ എന്നാണ്. അതുകൊണ്ട് വെറും ഒരു ബയോഡാറ്റ മാത്രം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് വി കാൻറ്റ് എൻഷുർ ദാറ്റ് വി വിൽ ഗെറ്റ് ദ 6 marks. സോ റെസ്യൂമിന് ഒരു 3 മാർക്കും കവർ ലെറ്റർ എഴുതിയാൽ 3 മാർക്ക് എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. സോ നമ്മൾ രണ്ടും എഴുതിയാൽ മാത്രമേ ആ ഒരു 6 marks കിട്ടുള്ളൂ. സോ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വെറും റെസ്യൂം അല്ല ചോദിക്കുന്നത്, അതിന്റെ കൂടെ കവർ ലെറ്ററും വേണം. സോ നമുക്ക് നോക്കാം എന്താണ് റെസ്യൂം, എന്താണ് കവർ ലെറ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പറയാം. നമ്മൾ പറഞ്ഞു അല്ലെ കരിക്കുലം ബീറ്റ, സി വി അല്ലെ സി വി എന്ന് പറയും നമ്മൾ അല്ലെ. എന്താണ് ഈ കരിക്കുലം ബീറ്റ? കരിക്കുലം ബീറ്റ is a Latin term which means course of life. ഒരാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കാണിക്കുന്ന, അതായത് ബയോഡാറ്റ കാണിക്കുന്ന ഒരു പേജ് നമ്മളല്ലേ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേജ്, അതിനാണ് നമ്മൾ എന്ത് പറയാ, കരിക്കുലം ബീറ്റ എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് റെസ്യൂം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമുക്കല്ലേ എന്ത് പറയാം, ഇറ്റ് ഈസ് എ റിട്ടൺ ഓവർ വ്യൂ ഓഫ് എ പേഴ്സൺസ് എക്സ്പീരിയൻസ് ആൻഡ് അതർ ക്വാളിഫിക്കേഷൻസ് ഫോർ എ ജോബ് ഓപ്പർച്യൂണിറ്റി. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെ നമ്മൾ എന്ത് ചെയ്യാം, റിപ്ലൈ കൊടുക്കുക. ഒരു ജോബ് അല്ലെ വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് നമ്മളൊരു കരിക്കുലം ബീറ്റ ഉണ്ടാക്കുക. സോ നമ്മുടെ എന്താണ് ഈ സി വി അല്ലെ ഈ ഒരു കരിക്കുലം ബീറ്റ അല്ലെങ്കിൽ റെസ്യൂം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സോ നമ്മൾ മെയിനായിട്ട് കരിക്കുലം ബീറ്റ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. റെസ്യൂം എന്നുള്ള ടേം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ടേം നമ്മൾ മോസ്റ്റ്ലി കേൾക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. അല്ലാണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ റെസ്യൂമും നമ്മുടെ കരിക്കുലം ബീറ്റയും തമ്മിൽ ഇല്ല. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് റെസ്യൂം കരിക്കുലം ബീറ്റയെ
വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആയിരിക്കും. സോ CV അതായത് കരിക്കുലം വീറ്റ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലോങ് ആയിരിക്കും. സോ ഇതാണ് ഡിഫറൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസ്യൂമിന്റെ ഒരു പാറ്റേൺ നോക്കാം. സോ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് എഴുതുമ്പോൾ പേജിൽ കൃത്യമായിട്ട് 4 ഭാഗത്ത് കോളം വരക്കണം. എന്നിട്ട് വേണം ഇത് ഉള്ളിൽ എഴുതാനായിട്ട്. സോ നമുക്ക് മേലെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ മിഡിലായിട്ട് എന്ത് ചെയ്യാം, ടോപ്പ് മിഡിൽ പാർട്ടിലായിട്ട് നെയിം, അഡ്രസ്, ദെൻ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇത് എഴുതാം. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കാം. പക്ഷെ മിഡിലാണെങ്കിൽ അല്ലെ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. സോ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ പറയാ, I currently work as an assistant manager at an electronic store, but I am looking to further develop my management skills. സോ നമ്മൾ ഏത് ജോബിനാണോ അപേക്ഷിക്കുന്നത് അതേ ടൈപ്പ് ജോബാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സോ അത് എക്സാമിന് നമ്മൾ ആ ഒരു ജോബിന്റെ രീതി അനുസരിച്ചിട്ട് അത് മാറ്റി എഴുതുക. ജോബിന്റെ പേര് മാറ്റിയാൽ മതി, വേറെ ഒന്നും മാറ്റില്ല. സോ എന്ത് എഴുതും, I currently work as an assistant manager at an electronic store, but I am looking to further develop my management skills. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതണം. സോ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാം. അതായത് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ കോഴ്സ് ആദ്യം എഴുതാം. അതായത് PG അല്ലെ, അതായത് MSc അല്ലെങ്കിൽ MA ഏതാണോ കഴിഞ്ഞത് അത്, അല്ല പിന്നെ BA, പിന്നെ +2, പിന്നെ 10th അങ്ങനെ വരാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, SLC അല്ലെ, അതായത് SSLC മുതൽ തുടങ്ങാം, പിന്നെ +2 അങ്ങനെയുള്ളത്. സോ ഫസ്റ്റ് കോഴ്സ് എന്താണെന്ന് അല്ലെ എഴുതുക. കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോളമാക്കുക. സെക്കൻഡ് കോളത്തിൽ എന്ത് ചെയ്യാം, ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് എഴുതുക, യൂണിവേഴ്സിറ്റി. ദെൻ തേർഡ് കോളത്തിൽ ഇയർ ഓഫ് പാസ്, ഏത് ഇയർ ആണ് പാസ് ആയതെന്ന് എഴുതുക. നെക്സ്റ്റ് ഫോർത്ത് കോളത്തിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതണം. കുറച്ച് അല്ലെ എന്തൊക്കെയാണ് ആ ഒരു ജോലിക്ക് ആവശ്യമായ കുറച്ച് സ്കിൽസ് നമുക്കുണ്ടെന്ന് കാണിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുക. ഗുഡ് കമ്പ്യൂട്ടർ നോളജ്, ക്വിക്ക് ബ്രെയിൻ, ഗുഡ് മാനേജ്മെന്റ് എബിലിറ്റി, ഫ്ലുവന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സോ ഒന്നും കുറക്കണ്ട അല്ലെ, കുറച്ചധികം നമ്മളെപ്പോഴും അല്ലെ ഒരു CV അല്ലെങ്കിൽ ഒരു കരിക്കുലം വീറ്റ അല്ലെങ്കിൽ റെസ്യൂം എന്ന് പറയുന്നത് നമ്മളല്ലേ ഹൗ ടു സെൽ യുവർ സെൽഫ് എന്നുള്ളതാണ് അല്ലെ. നമ്മളെ എങ്ങനെ മനോഹരമായിട്ട് നമ്മളെ സ്വയം വിൽക്കാനായിട്ടല്ലേ ഒരു ഭംഗിയുള്ള ഒരു പേപ്പറിൽ നമ്മളെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് എക്സാജറേഷൻ ആയിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കീ സ്കിൽസ് കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ അല്ലേ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എഴുതാം. 2021 presently അല്ലെ I am working as an assistant manager at an electronic store. Then അത് കഴിഞ്ഞിട്ട് അടുത്ത ബുള്ളറ്റിന് ഇട്ടിട്ട് എഴുതിയാൽ മതി. സോ നെക്സ്റ്റ് ബുള്ളറ്റ് ഇട്ടിട്ട് എന്ത് എഴുതുക, I conducted research on അല്ലെ ഏതെങ്കിലും ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഹാൻഡിൽഡ് സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്. സോ ഇങ്ങനെയുള്ള കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് എഴുതാം. വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആക്കഡമിക് അച്ചീവ്മെന്റ്സ്. സോ അക്കാഡമിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അല്ലെ നിലവാരം പുലർത്തിയിട്ടുണ്ട് എന്ന് കുറച്ച് അധികം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക.
സോ ബുള്ളറ്റിന് ഇട്ടിട്ട് എഴുതിയാൽ മതി. സോ ആക്കഡമിക് ഡിസ്റ്റിങ്ഷൻ അറ്റ് ബോത്ത് ദി അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ. സോ ആ ഒരു അല്ലെ ആക്കഡമിക് വളരെ ഡിസ്റ്റിന്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. Then won the best project award at the postgraduate level. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചങ്ങ് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലെ ആക്കഡമിക് അച്ചീവ്മെന്റ്സ് കഴിഞ്ഞാൽ കരിയർ ഒബ്ജക്റ്റീവ്സ്. സോ കരിയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബുള്ളറ്റിന് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ താഴെ താഴെ എഴുതണം. ഇവിടെ ഞാൻ സ്പേസ് ഇല്ലാത്ത കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, 4 ഭാഗത്തും കോളമൊക്കെ വരച്ചിട്ട് വളരെ നീറ്റായിട്ട് വേണം ഇത് പ്രസന്റ് ചെയ്യാനായിട്ട്. സോ ബുള്ളറ്റിന് ഇട്ടിട്ട് താഴെ താഴെ എഴുതണം. ഫസ്റ്റ് എന്താണ്, ടു ക്രിയേറ്റ് എ ട്രൂലി കോമ്പറ്റീറ്റീവ് അറീന വേർ എവർ ഐ വർക്ക്. അതായത് ടു ക്രിയേറ്റ് എ ട്രൂലി കോമ്പറ്റീറ്റീവ് അറീന. അറീന എന്ന് പറഞ്ഞാൽ ഒരു അരങ്ങ് എന്നാണ് ഉദ്ദേശിച്ചത്. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെ ഏരിയ എന്നാണ്. സോ അറീന വേർ എവർ ഐ വർക്ക്. സോ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കരിയർ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് കരിയർ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എഴുതുക. സോ വാണ്ട് ടു ബ്രിങ് മൈ enthusiasm ആൻഡ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് ടു ദ ഓർഗനൈസേഷൻ and to the people I work with. So wanted to bring my enthusiasm and a sense of confidence to the organization and to the people I work with. ഇനി ഈ ഒരു കരിയർ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് എന്ത് ചെയ്യാം, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. എന്തൊക്കെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഉള്ളത് എന്ന് എഴുതാം. അല്ലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സാജറേറ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. നമ്മളല്ലേ ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും കുറച്ച് അല്ലെ വളരെ എന്തൂസിയാസ്റ്റിക് ആണ് നമ്മൾ എന്നും വായിക്കുന്നവന് തോന്നുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളല്ലേ റീഡിങ് ബിസിനസ് മാനേജ്മെന്റ് മാഗസീൻസ്, പിന്നെ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ദി മാഗസീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അല്ലാതെ നമ്മളൊരു പ്രൊഫഷനെ ചേരാത്ത ഹോബീസ് ഒരിക്കലും ഒരു അല്ലെ കരിക്കുലം ബീറ്റ അല്ലെങ്കിൽ റെസ്യൂമിൽ എഴുതി ചേർക്കാൻ പാടില്ല. അല്ലെ ചില ആൾക്കാർ ഭയങ്കര ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. സോ ഒരു കരിയറിന് അല്ലെ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഐ ലവ് ടു സ്ലീപ്പ് അല്ലെ എന്നൊക്കെ എഴുതി വെച്ചാൽ ഓഫ് കോഴ്സ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ ലേസി പേഴ്സൺ. സോ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫഷന് ചേരുന്ന ഹോബീസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസസ്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാം എന്നുള്ളതാണ് ഈ റെഫറൻസസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷനിലോ വർക്ക് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ അവിടെ വിളിച്ച് ചോദിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ റെഫറൻസ് എന്നുള്ളത് പാർട്ട് വെക്കുന്നത്. സോ ഒരു 2 റെഫറൻസ് അവിടെ മിനിമം കൊടുക്കുക. സോ പ്രൊഫസർ ദീപക് നായർ അല്ലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ 14 അല്ലെ ഫോൺ നമ്പർ കൊടുക്കുക, ഒരു ഇമെയിൽ ID വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു അഡ്രസ്സും കൂടി അല്ലെ ഒരു റെഫറൻസ് കൂടി വെക്കുക. പ്രൊഫസർ സുരേഷ് ബാബു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് 7, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്. സോ ഈ ഒരു റെഫറൻസ് 2 എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മൾ എന്ത് വേണം, മേലെ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ഡിക്ലെയർ ചെയ്യണം. സോ ലാസ്റ്റ് അതാണ് ഡിക്ലറേഷൻ. I hereby declare that the information provided above by me is true to the best of knowledge and belief. Best of my knowledge and belief. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്ലേസ് എഴുതുക, ഡേറ്റ് കൊടുക്കുക. ഇത്രയുമാണ് എന്ത് നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ കരിക്കുലം ബീറ്റ.
സോ ഈ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഫസ്റ്റ് ആയിട്ട് ആദ്യം എന്താണ് വേണ്ടത്? നെയിം, അഡ്രസ്, മൊബൈൽ, ഇമെയിൽ. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നുകിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ കീ സ്കിൽസ് കൊടുക്കുക. കീ സ്കിൽസ് കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അക്കാഡമിക് അച്ചീവ്മെന്റ്സ്. അക്കാഡമിക് അച്ചീവ്മെന്റ്സ് കഴിഞ്ഞാൽ കരിയർ ഒബ്ജക്റ്റീവ്സ്. കരിയർ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാൽ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞാൽ റെഫറൻസ്, പിന്നെ ഡിക്ലറേഷൻ. അത് കഴിഞ്ഞിട്ട് പ്ലേസ്, ഡേറ്റ്. സോ ഇതാണ് എന്ത്? റെസ്യൂം ഓർ കരിക്കുലം വീറ്റ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് കവർ ലെറ്റർ ആണ്. സോ എന്താണ് ഈ കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ? എ കവർ ലെറ്റർ ഓർ മോട്ടിവേഷൻ ലെറ്റർ ഇസ് എ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ അറ്റാച്ച്ഡ് ടു എ CV. നമ്മൾ ബയോഡാറ്റ കരിക്കുലം വീറ്റ അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനോട് കൂടെ ഒരു ലെറ്ററും അയക്കും. അതായത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു ലെറ്റർ. ഈ അതായത് കവർ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബയോ ഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ലെറ്റർ ആയിട്ട് നീട്ടി വലിച്ച് കുറച്ച് എഴുതുന്നതാണ്. അത് തന്നെയാണ് സാധനം. സോ ഇറ്റ് ഈസ് എ ടൂൾ ടു ഹെൽപ്പ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻ എ മെമ്മറബിൾ പേഴ്സണൽ വേ ഡ്യൂറിങ് എ ജോബ് ആപ്ലിക്കേഷൻ. സോ നമ്മൾ പേഴ്സണൽ വേയില് അല്ലെ, നമ്മൾ റെസ്യൂം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സോ നമ്മൾ കവർ ലെറ്റർ അല്ലെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആളെ നമ്മൾ അഡ്രസ് ചെയ്യാണ്. അല്ലെ, സാർ എന്ന് പറഞ്ഞിട്ട് ഐ എന്നുള്ള രീതിയിൽ അല്ലെ ഞാൻ ഇങ്ങനെയൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതാണ് ഈ കവർ ലെറ്റർ. സോ ഒരു നല്ല കവർ ലെറ്റർ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു റെസ്യൂമിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും കോട്ട് ചെയ്യും, അല്ലെ അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഈ കവർ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ മോർ പേഴ്സണാലിറ്റി ആണ് കാണിക്കുന്നത്. അതായത് ഒരു പേഴ്സണെ നമ്മളല്ലേ സാർ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്ത് അയാളോട് വ്യക്തിപരമായിട്ടല്ല കാര്യങ്ങൾ പറയുന്ന രീതിയിൽ റെസ്യൂമിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കവർ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി കവർ ലെറ്ററിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സോ എക്സാമ്പിൾ ഓഫ് എ കവർ ലെറ്റർ. സോ കവർ ലെറ്റർ എഴുതുമ്പോഴും എന്ത് ചെയ്യാം? 4 ഭാഗത്തും അല്ലെ നമ്മുടെ എക്സാം ഷീറ്റിന്റെ 4 ഭാഗത്തും വൃത്തിയായിട്ട് സ്കെയിൽ വെച്ച് വരച്ചിട്ട് വേണം, അതിന്റെ ഉള്ളിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. സോ എക്സാമ്പിൾ ഓഫ് എ കവർ ലെറ്റർ. സോ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം? എക്സാം ഷീറ്റിൽ 4 ഭാഗത്തും സ്കെയിൽ വെച്ച് വരക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് പാർട്ടില് നിങ്ങളുടെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് അതേ ലെഫ്റ്റ് സൈഡില്. ദെൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടിട്ട് അതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യാം? നെയിം ഓഫ് ദ പേഴ്സൺ അഡ്രസ്ഡ്. ആർക്കാണോ നമ്മൾ ഈ കത്ത് എഴുതുന്നത് അയാൾക്ക്, അതായത് മാനേജർ, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ആരാണോ അയാൾ, അല്ല അയാളുടെ ടൈറ്റിൽ എന്താണ് അത്. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഡാഷ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏത് ഓർഗനൈസേഷൻ, അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് എഴുതുക. അത് അവിടുത്തെ അഡ്രസ് എഴുതുക. പിന്നെ സിറ്റി, പിന്നെ സ്റ്റേറ്റ്, പോസ്റ്റ് കോഡ്. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടിട്ട് താഴെ എന്ത് ചെയ്യാം? ഡിയർ മിസ്റ്റർ ഓർ മിസ്സിസ്. പേരറിയാമെങ്കിൽ അത് എഴുതുക. ഡിയർ മിസ്റ്റർ എന്താണോ പേര് അത്, അല്ലെങ്കിൽ ഡിയർ സാർ എന്ന് എഴുതുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടിട്ട് സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ എഴുതുക. സബ്ജക്ട് എന്ന് എഴുതിയിട്ട് എഴുതുക ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടിട്ട് താഴെ എന്ത് ചെയ്യാം? I am interested in the author's
assistant position at the ABC company as advertised in the newspaper. ഏതാണോ ന്യൂസ് പേപ്പർ അത് എഴുതുക. സോ എക്സാമിന് അധികവും നിങ്ങൾക്ക് കിട്ടുക ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്ന വാർത്ത, അതായത് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വന്ന വാർത്തയ്ക്ക് നിങ്ങളൊരു റിപ്ലൈ അയക്കുക എന്നാണ്. സോ അതേ രീതിയിൽ എഴുതുക, എഴുതി തുടങ്ങണം. അതായത് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദി ഓതേഴ്സ് അസിസ്റ്റന്റ് പൊസിഷൻ അറ്റ് ദി ABC കമ്പനി ആസ് അഡ്വർടൈസ്ഡ് ഇൻ ദി ഇന്ത്യൻ എക്സ്പ്രസ്, അല്ലെങ്കിൽ എന്താണോ അത്. സോ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എഴുതി വരിക. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ എന്ത് പറയാം, യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ആ കാര്യം അവിടെ പറയാം. അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ് ആക്കി അടുത്ത ഒരു ലൈൻ വിട്ടിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുക. സോ നമ്മൾ 3 പാരഗ്രാഫാണ് ഇവിടെ കവർ ലെറ്ററിൽ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, 3 അല്ലെങ്കിൽ 4. നെക്സ്റ്റ് പാരഗ്രാഫിൽ യുവർ പോസിറ്റീവ്സ്, നിങ്ങളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഐ ആം എ വെരി ഗുഡ്, നമ്മൾ അങ്ങനെ പറഞ്ഞ് എഴുതില്ലേ, ഐ ആം വെരി ഗുഡ് ഇൻ മാനേജ്മെന്റ് സ്കിൽസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എഴുതുക. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ്സ് എന്ന് എഴുതാം. അങ്ങനെ നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് എക്സ്പീരിയൻസ് എഴുതാം. ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് 4 years ഇൻ ദിസ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് അടുത്ത പാരഗ്രാഫിൽ എഴുതാം. അല്ലെങ്കിൽ അതേ പാരഗ്രാഫിൽ തന്നെ എഴുതിയാലും മതി. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്തിൽ എഴുതാം, വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കമ്പനി, നിങ്ങൾക്ക് കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മളല്ലേ എനിക്ക് ഇതൊക്കെ പറ്റും, സോ ഐ ഹോപ്പ് അല്ലേ എനിക്ക് കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ബോസ്റ്റ് ചെയ്തിട്ട് എഴുതണം അല്ലെ, സ്വയം പൊക്കിയിട്ട് എന്ത് ചെയ്യാം എഴുതിക്കൊള്ളുക. വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കമ്പനി, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അല്ലെ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക, കമ്പനിയുടെയും അല്ലെ നിങ്ങളുടെയും സ്വയം വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, ലാസ്റ്റുള്ള ഈ ഒരു പാർട്ട് പാരഗ്രാഫ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. അതായത് ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂം ആൻഡ് 2 letters ഓഫ് റെഫറൻസ് ഫ്രം മൈ പ്രീവിയസ് എംപ്ലോയേഴ്സ്. Would it be possible for me to come down to your office and discuss this further? സോ നമ്മൾ ചോദിക്കുകയാണ് അല്ലെ, ഞാൻ ഇനി അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് ഇത് ഡിസ്കസ് ചെയ്യണമോ. I can be contacted on my mobile phone or my email. സോ നമ്മൾക്ക് എന്ത് പറയാം അല്ലെ, എന്നെ കോണ്ടാക്ട് ചെയ്യാം മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ ബൈ ഹാർട്ട് പഠിച്ച് എഴുതുക. എന്താ എഴുതുക, ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂം ആൻഡ് 2 letters ഓഫ് റെഫറൻസ് ഫ്രം my previous employers. Would it be possible for me to come down to your office and discuss this further? I can be contacted on my mobile phone or my email. So last എന്ത് എഴുതുക, അതേ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ എന്ത് എഴുതും, താങ്കിങ് യു അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെ എന്ന് എഴുതിയാൽ മതി. താങ്കിങ് യു നിങ്ങളുടെ നെയിം എഴുതുക, അല്ലെങ്കിൽ വിത്ത് റിഗാർഡ്സ് ഒന്നും കൂടി എഴുതാം. താങ്കിങ് യു, അതിന്റെ താഴെ വിത്ത് റിഗാർഡ്സ് നിങ്ങളുടെ പേര്. സോ ഇത്രയും ആയാൽ എന്തായി, കവർ ലെറ്റർ ആയി. സോ കവർ ലെറ്റർ ഒരു 3 or 4 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം എഴുതാനായിട്ട്. സോ ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതും, നിങ്ങളെ അല്ലെ എവിടെയാണ് ഈ ഒരു ജോബ് ആപ്ലിക്കേഷനുള്ള അല്ലെ ഈ ഒരു സാധനം അല്ലെ അഡ്വർടൈസ്മെന്റ് കണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പറയണം, ഏത് പേപ്പറിൽ എപ്പോ കണ്ടു എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നിങ്ങളുടെ പോസിറ്റീവ് എന്തൊക്കെയാണ് അല്ലെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതേ പാരഗ്രാഫിൽ അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പറയാം. പിന്നെ അടുത്ത പാരഗ്രാഫിലോ നിങ്ങൾക്ക് അല്ലെ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാം. സോ ഇങ്ങനെയാണ് ഒരു കവർ ലെറ്റർ എഴുതേണ്ടത്.
So that's all for today. We will meet again in the next class with a new chapter.